നമസ്കാരം, മൂവി ബ്രാൻഡിലേക്ക് സ്വാഗതം. വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് നൽകിയ അഭിമുഖം ഇതിനോടകം വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. ജെയ്സനെ കുറിച്ചും വിജയിനെ കുറിച്ചും ഇതുവരെയും ഉണ്ടായിരുന്ന പല ധാരണകളെയും ഇല്ലാതാക്കുന്നതാണ് ഈ അഭിമുഖം. അച്ഛനുമായി ജെയ്സൺ അകൽച്ചയിലാണെന്നാണ് കുറെ നാളുകളായി അഭ്യൂഹങ്ങൾ പരന്നിരുന്നത്. വിജയും ഭാര്യ സംഗീതയും വിവാഹമോചനത്തിന്റെ വക്കീലാണ്. സംഗീതയാണ് ഡിവോഴ്സ് പെറ്റീഷൻ നൽകിയത്. ഒരു നടിയുമായി വിജയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരോപിച്ചാണ് പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അമ്മയുടെ വിഷമം മനസ്സിലാക്കിയ ജെയ്സൺ സഞ്ജയ് അച്ഛനെ വെറുക്കുന്നുവെന്നും അച്ഛനുമായി വഴക്കിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നും ഗോസിപ്പുകൾ വന്നിരുന്നു. വിജയ് തമിഴ്നാട് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ചടങ്ങിലും ജെയ്സൺ പങ്കെടുത്തിരുന്നില്ല. ഇതും അഭ്യൂഹങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്ന കാര്യമാണ്. അമ്മയ്ക്കുണ്ടായ അപമാനം മനസ്സിലാക്കി അച്ഛനെ തള്ളിപ്പറഞ്ഞ മകനെന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ജെയ്സൺ സഞ്ജയിനെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ പുതിയ അഭിമുഖത്തിലൂടെ പുറത്തുവന്ന വാർത്തകളെല്ലാം തന്നെ തെറ്റാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ. അച്ഛനെക്കുറിച്ച് സ്നേഹത്തോടെയും അഭിമാനത്തോടെയുമാണ് ജെയ്സൺ സഞ്ജയ് സംസാരിക്കുന്നത്. ഹോളിവുഡ് ആക്ഷൻ സ്റ്റാർ ജെയ്സൺ സ്റ്റാഥത്തിനൊപ്പം തമിഴ് സിനിമയിൽ നിന്ന് ഒരാളെ കാസ്റ്റ് ചെയ്യണമെങ്കിൽ ആരെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചപ്പോൾ അച്ഛന്റെ പേരാണ് ജെയ്സൺ പറഞ്ഞത്. അങ്ങനെയെങ്കിലും വലിയ നേട്ടങ്ങൾ സംഭവിച്ചാൽ അച്ഛന്റെ പേരാണ് ആദ്യം മനസ്സിലേക്ക് വരിക എന്നും ജെയ്സൺ പറയുന്നുണ്ട്. താൻ സിനിമാ രംഗത്തേക്ക് വരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ അച്ഛനും അമ്മയും തന്നെ പിന്തുണച്ചുവെന്നും താരപുത്രൻ പറയുന്നുണ്ട്. എന്നാൽ അച്ഛന്റെ പേര് തന്നെ പേരിൽ നിന്ന് മാറ്റി അച്ഛനെ കാണാൻ പോലും ജെയ്സൺ സഞ്ജയ് കൂട്ടാക്കുന്നില്ല, അച്ഛനുമായി മകന് യാതൊരു വിധത്തിലുള്ള ബന്ധവുമില്ല എന്നൊക്കെയായിരുന്നു വിജയ് വിരോധികൾ പറഞ്ഞു പ്രചരിപ്പിച്ചിരുന്നത്. സംഗീത വിജയ്ക്കെതിരെ വിവാഹമോചന ഹർജികൾ നൽകിയ പശ്ചാത്തലത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. വിജയ് ജയിച്ചതും മുഖ്യമന്ത്രിയായതും എല്ലാം തന്നെ ഇതിനിടയിലായിരുന്നു. എന്നാൽ വിജയ് ഇലക്ഷന് ജയിച്ചു കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴോ മക്കളും വിജയിനെ കാണാൻ വന്നിരുന്നുമില്ല. തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക എല്ലാ സെലിബ്രിറ്റികളും വിജയിനെ ചെന്ന് കാണുകയും ഫോട്ടോകൾ എടുക്കുകയും പങ്കുവെക്കുകയും എല്ലാം ചെയ്തപ്പോഴും കുടുംബചിത്രങ്ങൾ മിസ്സായി നിൽക്കുകയായിരുന്നു. സ്വന്തം കുടുംബത്തെ നോക്കുവാൻ അറിയാത്ത ആൾ എങ്ങനെ ഒരു നാടിനെ നോക്കാനും എന്നായിരുന്നു വിമർശനങ്ങൾ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ജെയ്സൺ സഞ്ജയുടെ ഈ ഒരു അഭിമുഖം പുറത്തു വന്നതോടെ ഞങ്ങളുടെ ദളപതിക്ക് വീടും നോക്കാനറിയാം, നാടും നോക്കാനറിയാം എന്നാണ് ആരാധകരും കക്ഷിക്കാരും പറയുന്നത്. നായകനായി സിനിമയിലേക്ക് അരങ്ങേറ്റം കുറിക്കാനിരിക്കുന്ന ജെയ്സൺ സഞ്ജയ് സിഗ്മ എന്ന തന്റെ ചിത്രം റിലീസ് ചെയ്യാനിരിക്കെ നൽകിയ അഭിമുഖത്തിൽ ചെറിയ ചെറിയ കരുതലുകൾ അടക്കമുള്ള കാര്യങ്ങൾ സഞ്ജയ് പങ്കുവെക്കുന്നുണ്ട്. പരീക്ഷയ്ക്ക് പോകാനിരിക്കെ പാരന്റ്സ് എന്ന പേരിൽ ടീച്ചേഴ്സിനെ വിളിച്ച് പറ്റിച്ചതടക്കം ജെയ്സൺ സഞ്ജയ് തുറന്നു പറയുകയുണ്ടായി. പേരിനെ കുറിച്ച് പറയവെയാണ് ജെയ്സൺ സ്റ്റാഥം എന്ന ഹോളിവുഡ് നടനെ കുറിച്ച് പറയുന്നത്. ജെയ്സൺ സ്റ്റാഥത്തിന്റെ കൂടെ ഹോളിവുഡിൽ നിന്നും സിനിമ ചെയ്യുവാൻ അവസരം ലഭിച്ചാൽ, ഇന്ത്യയിൽ നിന്ന് ഒരു നടനെ അഭിനയിപ്പിക്കുവാനുള്ള അവസരം ലഭിച്ചാൽ ആരെ കൊണ്ടുപോകും എന്നായിരുന്നു ചോദ്യം. ഒരു സെക്കൻഡ് പോലും ആലോചിക്കാതെ സഞ്ജയ് പറഞ്ഞു, അത് തീർച്ചയായും എന്റെ അപ്പാവെ തന്നെയായിരിക്കുമെന്ന്. അമ്മയുമായി പിരിയുന്നു എന്ന കാരണം കൊണ്ട് അച്ഛനെ വെറുക്കുന്ന ഒരു മകനിൽ ഒരിക്കലും അത് പറയുവാൻ സാധിക്കില്ല. അതേ അഭിമുഖത്തിൽ അച്ഛന്റെ തോളിലിരുന്ന ആദ്യമായി IPL മാച്ച് കണ്ട ഓർമ്മയും ജെയ്സൺ സഞ്ജയ് പങ്കുവയ്ക്കുന്നുണ്ട്. അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു അപ്പ. അതിന് എന്നെയും കൂട്ടിയായിരുന്നു പോയിരുന്നത്. അന്ന് മുതലേ ക്രിക്കറ്റിനോടും എനിക്ക് വലിയ താല്പര്യമായിരുന്നു എന്നാണ് ജെയ്സൺ പറഞ്ഞത്. എന്നാൽ ഇതിനിടെ സത്യപ്രതിജ്ഞ ചടങ്ങിലെ വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയുടെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരുന്നു. നേരത്തെ സംഗീതയുടെ വിവാഹമോചന ഹർജിക്ക് പിന്നാലെ ജെയ്സൺ സഞ്ജയ് വിജയ് എന്ന് ഇൻസ്റ്റഗ്രാമിൽ അൺഫോളോ ചെയ്തതും വലിയ വാർത്തയായി മാറിയിരുന്ന ഒന്നായിരുന്നു. നിലവിൽ വിജയ് സേതുപതി അടക്കം 36 പേരെയാണ് ജെയ്സൺ സഞ്ജയ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നത്. കൂടാതെ പേരിന്റെ ഇനീഷ്യലിൽ ജെയ്സൺ സഞ്ജയ് മാറ്റം വരുത്താൻ ഒരുങ്ങുന്നുവെന്നും റിപ്പോർട്ടുകൾ തമിഴിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. ഇതുവരെയും ജെയ്സൺ സഞ്ജയ് V എന്നുപയോഗിച്ചിരുന്നത് ജെയ്സൺ സഞ്ജയ് S എന്നാക്കി മാറ്റും. ഇനി മുതൽ അമ്മയുടെ പേരിന്റെ ആദ്യാക്ഷരമായ S ആയിരിക്കും ഉപയോഗിക്കുക എന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു. സത്യപ്രതിജ്ഞ ബഹിഷ്കരിച്ചതും നേരത്തെ നടന്ന സംഭവങ്ങളും എല്ലാം തന്നെ താൻ അമ്മയുടെ കൂടെ തന്നെയാണെന്ന് ഉറപ്പിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എന്നായിരുന്നു ആരാധകരുടെ പക്ഷം. സത്യപ്രതിജ്ഞയ്ക്ക് തൃഷ എത്തിയതും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയർന്നു വരുന്നതിനും കാരണമായിരുന്നു. ആരില്ലെങ്കിലും സംഗീതയ്ക്ക് കൂട്ടായി ജെയ്സൺ സഞ്ജയ് നിലകൊള്ളും എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വന്നിരുന്ന പ്രധാന കമന്റ്. അതേസമയം ഇപ്പോൾ ജെയ്സൺ സഞ്ജയ് എടുത്തിരിക്കുന്ന നിലപാട് തന്റെ സിനിമയ്ക്ക് വേണ്ടിയാണോ എന്ന സംശയങ്ങളും ഉയരുന്നുണ്ട്. കാരണം എന്തൊക്കെ സംഭവിച്ചാലും വിജയുടെ ഫാൻസ് പവർ അത് വേറെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്റെ പുതിയ സിനിമ റിലീസിന് ഒരുങ്ങുമ്പോൾ വിജയ് ആരാധകരെ കയ്യിലെടുത്താൽ അത് തന്റെ സിനിമയ്ക്ക് ഗുണം ചെയ്യുമെന്ന് താരപുത്രന് അറിയാവുന്ന കാര്യമായിരിക്കും. അതാകും ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്കും കാരണം എന്നും ഊഹാപോഹങ്ങൾ ഉയരുന്നുണ്ട്.